പരിശുദ്ധതയുടെ പർദീസയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെക്കുറിച്ചാണ് നമ്മൾ ശ്രവിക്കുക. ചില ജീവിതങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുവാനായി ദൈവം ചില വ്യക്തികളെ നിയോഗിച്ചിട്ടുണ്ടാകും. അത്തരമൊരു ജീവിതമാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടേത്. നമ്മൾക്കെല്ലാം സുപരിചിതനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എന്ന വിശുദ്ധനെ ലോകത്തിലേക്ക് കൊണ്ടുവരാനായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം ജനിച്ചത് 1499 സ്പെയിനിലെ ഇനിഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ സമ്പന്നമായൊരു കുടുംബത്തിലാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ജനിക്കുന്നത്. ഒരു വലിയ കുടുംബം കൂടിയായിരുന്നു. 8 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ് ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആൻറ്റിയാണ് പിന്നീട് ആ ഒരു ബാല്യകാലഘട്ടത്തിൽ അദ്ദേഹത്തെ വളർത്തുന്നത്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് പ്രശസ്തനാകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടുതലും യുദ്ധവീരന്മാരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ വായിച്ച് കൂടുതൽ തനിക്ക് മറ്റുള്ളവരുടെ മുന്നിലൊരു ഹീറോ ആകണമെന്നുള്ളൊരു ചിന്തയോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 18 വയസ്സൊക്കെ ആയ ആ ഒരു കാലഘട്ടം, കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവന കാലഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിരുന്നത് പടയാളികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പട്ടാളത്തിൽ ചേർന്നു രാജ്യസേവനത്തിനായിട്ട്. അങ്ങനെ അദ്ദേഹം രാജാവിനെ സേവിക്കുവാനായി ഒരു നല്ലൊരു പട്ടാളക്കാരനായി, സമർത്ഥനായൊരു പട്ടാളക്കാരനായി തീർന്നു. പക്ഷേ നമ്മൾ എത്ര ഒരു പദ്ധതി വിചാരിച്ചാൽ പോലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് മറ്റൊരു പദ്ധതിയാണെങ്കിൽ സ്വാഭാവികമായും ചില അനുഭവങ്ങൾ നമ്മളെ അതിലേക്ക് നയിക്കുന്നവയായിരിക്കും. അതുപോലെ ഒരു അനുഭവം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിലും ഉണ്ടായി. അദ്ദേഹം പട്ടാള സേവനത്തിലായിരിക്കുന്ന അവസരത്തിൽ ഫ്രഞ്ച് യുദ്ധം നടക്കുന്ന സമയം, ആ ഒരു ഏറ്റുമുട്ടലിൽ വെച്ച് പെട്ടെന്ന് വെടിയുണ്ടയേറ്റ് ഒരു കല്ല് വന്ന് അദ്ദേഹത്തിൻ്റെ വലത് കാലിൽ മുട്ടിൽ തറയ്ക്കുകയും അത് പെട്ടെന്ന് മുറിപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഈയൊരു ക്ഷതം സാരമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുടർന്ന് പട്ടാള സേവനത്തിൽ ഏർപ്പെടുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഇതിനെ തുടർന്ന് ആശുപത്രിയിലാവുകയും കിടക്കയിലാവുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഈ ഹോസ്പിറ്റലിലായിരിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പ്രയാസമേറിയ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ടത് കാലിന് നടന്ന സർജറികളാണ്. ആദ്യത്തെ ഒരു സർജറി കടന്നുപോയി. അതും വളരെ വേദനയേറിയ ഒന്നായിരുന്നു. പക്ഷേ അത് അദ്ദേഹം സഹിച്ചുകൊണ്ട് തന്നെ അതോടെ തൻ്റെ കാല് സുഖപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി കൂടെ തന്നെ ആ ഒരു സർജറി കഴിയുന്നതോടുകൂടി മാറുമെന്ന് കരുതി. പക്ഷേ ആ ഒരു സഹനത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിലെ എല്ല് കുറച്ച് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഇടത് കാലിനേക്കാളും വലത് കാലിലെ നീളം കുറയുകയും ഉണ്ടായി. അപ്പോൾ വീണ്ടും അടുത്തൊരു സർജറി കൂടി നടത്തേണ്ടി വന്നു. അതിലും അത് വളരെ വേദനയേറിയ ഒന്ന് തന്നെയായിരുന്നു. അതും അദ്ദേഹം വളരെ മനക്കരുത്തോടു കൂടി തന്നെ അതും തരണം ചെയ്തു. അതിനുശേഷം ഒരു ഇരുമ്പിൻ്റെ ഉപകരണം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ നീളം കൂട്ടുവാനായിട്ട് അതും ഘടിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഈ 3 ഘട്ടങ്ങളും അദ്ദേഹത്തിന് വളരെ സഹനം ഏറിയതായിരുന്നു. ഇതിനുശേഷം വളരെ മനക്കരുത്തുള്ള ഒരു വ്യക്തിയാണെന്ന് സ്വയം അദ്ദേഹം പ്രൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തിൽ വളരെയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഈ കിടക്കയിലായിരിക്കുന്ന അവസരങ്ങളിലാണ് ഇഗ്നേഷ്യസിന് മറ്റൊരു ചിന്ത വരുന്നത്. താൻ എന്തായാലും ഇവിടെ കിടക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാമെന്ന് ഇഗ്നേഷ്യസ് കരുതി ആശുപത്രിയിലുള്ള അധികൃതരോട് തൻ്റെ ആ ഒരു ആവശ്യം അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് വായിക്കാനായിട്ട് ഏതാനും പുസ്തകങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് കുറച്ച് നല്ല വീരയോദ്ധാക്കളെക്കുറിച്ചുള്ള പുസ്തകങ്ങളോ അങ്ങനെ വല്ല കിട്ടാൻ അത് വായിക്കാമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചത് എല്ലാം തന്നെ ആത്മീയ പുസ്തകങ്ങളായിരുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. മറ്റ് വഴികളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ പുസ്തകങ്ങൾ വായിക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മാനസാന്തരത്തിൻ്റെ വിത്ത് പാകിയത് എന്നത് വേണം നമുക്ക് പറയാൻ സാധിക്കുക. കാരണം അതിനുശേഷം അദ്ദേഹം കൂടുതൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഇതുവരെ പോകുന്ന ഒരു വഴി ശരിയല്ല, ഇനി കർത്താവിലേക്ക് ദൈവത്തെ കൂടുതൽ കണ്ടെത്തുവാനും ദൈവത്തെ അറിയുവാനൊക്കെ ആയിട്ട് താൻ ഇനിയും പരിശ്രമിക്കണം എന്നുള്ള ആ ഒരു തീക്ഷ്ണമായ ആഗ്രഹം
ഇതിനുശേഷം ഇഗ്നേഷ്യസിൻ്റെ മനസ്സിലുണ്ടാവുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് വായിക്കാൻ കിട്ടിയ പുസ്തകത്തോടൊപ്പം ഏതാനും വിശുദ്ധരുടെ പുസ്തകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ കൂടുതൽ ചിന്തിപ്പിച്ചത്. അദ്ദേഹം ആ വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇവർക്ക് വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ. അങ്ങനെ അദ്ദേഹം ആ ഒരു വിശുദ്ധ വഴി തേടാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആശുപത്രി വിട്ട ശേഷം നേരെ അദ്ദേഹം പോയത് ഒരു ഗുഹയിലേക്കാണ്. ആ ഗുഹയിലാണ് അദ്ദേഹം പിന്നെ തൻ്റെ തുടർന്നുള്ള 11 മാസങ്ങൾ കഴിച്ചു കൂട്ടിയത്. അവിടെ അദ്ദേഹം കൂടുതൽ പ്രാർത്ഥനയിലും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തുമൊക്കെ അവിടെ കഴിഞ്ഞുകൂടി. ഈ 11 മാസത്തെ കാലഘട്ടത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തിലുണ്ടായത്. ഒരു പടയാളിയിൽ നിന്ന് യോഗിയിലേക്കുള്ള ഒരു മാറ്റം, അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ദിവസങ്ങളിൽ സംഭവിച്ചത്. അപ്പോൾ ഇഗ്നേഷ്യസിന് തൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ നിന്നെല്ലാം മാറി വ്യത്യസ്തമായൊരു ജീവിതം നയിക്കണമെന്ന് തീക്ഷ്ണമായൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് കൂടുതൽ പ്രാർത്ഥനാനുഭവത്തിൽ വളരുവാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തെ സമീപിക്കുകയും ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ അഭയം ലഭിക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ ഒരു സമയങ്ങളിലെല്ലാം അവിടെ കഴിഞ്ഞുകൊണ്ടുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് വ്യർത്ഥാഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇദ്ദേഹത്തിനും ഉണ്ടായി. അതായത് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പ്രലോഭനത്തിലൊന്നും വീഴുകയില്ല, എനിക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് അദ്ദേഹം ഈ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് കൂടുതൽ പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് ഇത്രയും നാൾ പ്രാർത്ഥിച്ചതൊക്കെ വ്യർത്ഥമായി പോയെന്നും നിരാശ, ആകുലത, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രവണത, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കാര്യമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം തനിക്ക് തോന്നിയിരുന്ന ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ആത്മീയ പിതാവിനോട്, ഒരു വൈദികനുണ്ടായിരുന്നു, അദ്ദേഹത്തോട് ഇഗ്നേഷ്യസ് ഇതെല്ലാം പങ്കുവെക്കുകയാണ്. താൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മീയ നിയന്താവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം എഴുതി വയ്ക്കുവാനായിട്ട് തുടങ്ങി. ആധ്യാത്മിക സാധന എന്ന് പറയുന്ന പുസ്തകം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ സംഭാവനയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ടിരുന്ന ആ ഒരു സ്ട്രഗിൾസ്, ആത്മീയ പോരാട്ടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതി വയ്ക്കാൻ തുടങ്ങി. അതിന്നും അനേകർക്ക് സഹായകമാകുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ആ ഒരു പ്രലോഭനങ്ങളെയൊക്കെ നേരിട്ടതെന്ന്. പലപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ഇങ്ങനെയൊരു ചിന്തയുണ്ടാകും, താൻ വളരെയേറെ പ്രാർത്ഥിക്കുന്നു, തനിക്ക് തെറ്റുകളൊന്നും പറ്റുകയില്ല എന്നുള്ളൊരു ചിന്ത. പക്ഷേ പ്രലോഭനങ്ങൾ നേരിട്ട് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് താനും ഒരു സാധാരണ മനുഷ്യനാണ്, തനിക്കും വീഴ്ചകളുണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ലഭിക്കുക. 1523 ഇഗ്നേഷ്യസ് പിന്നീട് വിശുദ്ധ നാട് സന്ദർശിക്കുവാനായിട്ട് പോവുകയാണ്. ആ സമയങ്ങളിൽ ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധി, കോളറ പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ കർശനമായ പരിശോധനകളൊക്കെ കടക്കണമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ എന്നോണം ഇഗ്നേഷ്യസിന് ഇതൊന്നുമില്ലാതെ തന്നെ വിശുദ്ധ നാട് സന്ദർശിക്കാൻ, അതോടൊപ്പം മാർപ്പാപ്പയെ കണ്ടു വരുവാനൊക്കെ ആയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ നാളുകളിൽ അവിടെ ആയിരിക്കുമ്പോൾ ഇഗ്നേഷ്യസിന് താമസിക്കുവാനായിട്ട് ഒരു ഇടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഗ്നേഷ്യസ് ആ സമയത്ത് തെരുവിലെ കടത്തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നത്. വളരെ പ്രയാസമേറിയ ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു അപ്പോൾ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ തന്നെയുള്ള മറ്റൊരു സമ്പന്നനായ ഒരു വ്യക്തിക്ക് തൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ഈശോ അയാളോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ദാസൻ അവിടെ പുറത്ത് തെരുവിൽ ഉറങ്ങുമ്പോൾ നിനക്ക് എങ്ങനെ ഈ ഭവനത്തിലായിരിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് ഈശോ അയാളോട് ചോദിക്കുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ദൈവം തന്നോട് സംസാരിക്കുന്നതാണെന്നും മറ്റാരെയോ സഹായിക്കുവാനായി ദൈവം തന്നോട് ആവശ്യപ്പെടുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അയാൾ പുറത്തിറങ്ങി തെരുവിലിറങ്ങി അന്വേഷിച്ച് നടക്കുമ്പോൾ കടത്തിണ്ണയിൽ ഉറങ്ങുന്ന ഇഗ്നേഷ്യസിനെ കാണുകയും ഇഗ്നേഷ്യസിനെ സ്നേഹപൂർവ്വം തൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇഗ്നേഷ്യസിന് അവിടെ കഴിയാനായിട്ട് സാധിച്ചു. തൻ്റെ പിന്നീടുള്ള യാത്രയിലുടനീളം ഇഗ്നേഷ്യസിന് കർത്താവിൻ്റെ പ്രത്യേകമായ കരുതലും സ്നേഹമൊക്കെ അനുഭവിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആത്മീയ പോരാട്ടങ്ങൾ നേരിട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവയെല്ലാം തരണം ചെയ്യാനായിട്ട് സാധിച്ചു.
പ്രത്യേകമായിട്ട് തൻ്റെ ആ ഒരു ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനാപൂർവ്വം അദ്ദേഹത്തിന് തരണം ചെയ്യാൻ സാധിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ആത്മീയ അനുഭവങ്ങളാണ് അദ്ദേഹം തൻ്റെ നേരത്തെ പറഞ്ഞ ആ ഒരു പുസ്തകത്തിൽ, ആത്മീയ സാധന എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരുന്നത്. തുടർന്നുള്ള ഇഗ്നേഷ്യസിൻ്റെ ജീവിതം വളരെ നിഷ്ഠയോടുകൂടിയ ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം അലട്ടിയിരുന്ന ഒരു തിന്മ അല്ലെങ്കിൽ ഒരു പാപം എന്ന് പറയുന്നത് മടി അല്ലെങ്കിൽ അലസതയായിരുന്നു. അപ്പോൾ ഇഗ്നേഷ്യസ് ഏറ്റവും അധികം വെറുത്തിരുന്ന ഒന്നായിരുന്നു അത്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇഗ്നേഷ്യസ് വളരെ ക്രമത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിച്ചു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ക്രമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ക്രമം ഉള്ളിടത്ത് പാപം ഉണ്ടാകില്ല എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇഗ്നേഷ്യസ് പ്രത്യേകമായിട്ട് പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ഒരു നല്ല റാഡിക്കലായിട്ടുള്ളൊരു ലൈഫാണ് ഇഗ്നേഷ്യസ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം കൊണ്ട് തന്നെ പലർക്കും എതിർപ്പുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിരവധി എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പലർക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതശൈലിയൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ ആവശ്യം ഇല്ലാത്ത അപവാദങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനൊക്കെ ആയിട്ട് ഇടയായി. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിന് നിരവധി നല്ല സുഹൃത്തുക്കളെയും ലഭിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ച നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. മിഷണറി വൈദികനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഈ ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് ഫലം എന്നുള്ള ആ തിരുവചനം പലതവണ ആവർത്തിച്ച് ഫ്രാൻസിസ് സേവ്യറിൻ്റെ അടുത്ത് പറഞ്ഞ് ഏറ്റവും പ്രശസ്തനാകണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി നടന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. അപ്പോൾ അതെല്ലാം തൻ്റെ ആ ഒരു ആഗ്രഹമെല്ലാം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുവാനായിട്ട് ഫ്രാൻസിസ് സേവ്യറിനെ പ്രചോദിപ്പിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. അങ്ങനെ ചില സൗഹൃദങ്ങളൊക്കെ ഇതുപോലെ മറ്റുള്ളവർക്ക് പരസ്പരം വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് സഹായകമാകുന്ന ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു ഇവരുടെ ഇഗ്നേഷ്യസ് ലയോളയുടേതും ഫ്രാൻസിസ് സേവ്യറിൻ്റേതും. അങ്ങനെ ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം ഏതാനും സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം സേവനത്തിൽ ഏർപ്പെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവരെല്ലാം ചേർന്ന് 1534 ഒരു പുതിയൊരു സഭയ്ക്ക് രൂപം കൊടുത്തു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഇന്നും ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സഭയാണ് ഈശോ സഭ അല്ലെങ്കിൽ ജെസ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെസ്യൂട്ട് സഭയ്ക്ക് ആ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. 1537 അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ പഠന മേഖലയിൽ അദ്ദേഹം വളരെയേറെ മികവ് പുലർത്തിയിരുന്നു. 1546 അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദം നേടുകയും ചെയ്തു. അങ്ങനെ എല്ലാവിധത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും പരിത്യാഗത്തിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലെല്ലാം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വളരെ നല്ല മികവോടുകൂടി തന്നെയാണ് തൻ്റെ ജീവിതം നയിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ള എല്ലാവർക്കും തന്നെ പ്രചോദനമാകുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. 65-ാമത്തെ വയസ്സിൽ വളരെ സാധാരണമായ ഒരു മരണമാണ് വിശുദ്ധ ഇഗ്നേഷ്യസിനുണ്ടായത്. തൻ്റെ മരണത്തിൻ്റെ ദിവസങ്ങൾ അടുക്കുന്ന നാളുകളിൽ ഇങ്ങനെയാണ് പറയുക, അദ്ദേഹം ഒരുപാട് കരഞ്ഞിരുന്നു എന്ന്. തൻ്റെ പാപങ്ങളോർത്ത് കരഞ്ഞ് കണ്ണീരിൽ കലങ്ങി കാഴ്ച പോലും മങ്ങിയ അവസ്ഥയിലാണ് ഇഗ്നേഷ്യസ് മരണക്കിടക്കയിലായിരിക്കുക. 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ ഈ ലോകത്തിന് സമ്മാനിക്കുവാനായിട്ട് അദ്ദേഹം വളരെ നല്ല സംഭാവനകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുക. അദ്ദേഹം സ്ഥാപിച്ച ഈശോ സഭയ്ക്ക് അന്ന് സ്ഥാപിച്ചപ്പോൾ 500-ൽ പരം അംഗങ്ങളും 100ഓളം ഹൗസുകളും ഉണ്ടായിരുന്നു. ഇന്ന് അത് വളർന്ന് 112 രാജ്യങ്ങളിൽ 20,000-ൽ പരം അംഗങ്ങളോട് കൂടി അതോടൊപ്പം തന്നെ നിരവധി വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും ഒക്കെ സമ്മാനിച്ച ഒരു സഭയാണ് ഇന്നും നമ്മൾക്ക് അറിയാവുന്ന ഈശോ സഭ അല്ലെങ്കിൽ ജെസ്യൂട്ട് സഭ എന്നത്. ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതമെന്ന് പറയുന്നത് അദ്ദേഹം എന്ന് താൻ ക്രിസ്തുവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുവാനായിട്ട് നിശ്ചയിച്ചോ അന്ന് മുതൽ കർത്താവ് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നയിക്കുകയായിരുന്നു. താൻ എന്തിനായിട്ട് അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിച്ചോ അത് ആ ഒരു പർപ്പസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട്
ദൈവം ഏറ്റവും മനോഹരമായിട്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഉപയോഗിക്കുകയായിരുന്നു. ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അലസത അല്ലെങ്കിൽ മടി എന്ന് പറയുന്ന ആ ഒരു തിന്മയാണ് അദ്ദേഹം ഏറ്റവും അധികം വെറുത്തിരുന്നത്. അതിനാൽ തന്നെ ഈ മടി തന്നെ ഒരിക്കലും പ്രലോഭിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സമയവും കർമ്മനിരതമായിരിക്കുവാനായിട്ട് ഇഗ്നേഷ്യസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100%, എല്ലാം 100% ദൈവത്തിന് വേണ്ടി താൻ ചെയ്യുന്നതെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ടും അദ്ദേഹം പരിശ്രമിച്ചു. ഒരിക്കൽ ഒരു വ്യക്തി ഇതുപോലെ അലസത എന്ന് പറയുന്ന ഒരു തിന്മയാൽ വളരെയേറെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇഗ്നേഷ്യസിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്, ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇഗ്നേഷ്യസ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് വേല ചെയ്യുന്നത്? അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ടാണോ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഗ്നേഷ്യസ് പറയും, ദൈവത്തിന് വേണ്ടിയാണ് നീ ചെയ്യുന്നതെങ്കിൽ ഇത്രയും ചെയ്താൽ പോരാ, ഇനിയും നല്ല രീതിയിൽ നീ ചെയ്യണം, ഏറ്റവും മികച്ച രീതിയിൽ വേണം നീ ചെയ്യാൻ. ഇതുപോലെ അല്ലാതെ നീ മനുഷ്യർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. ആ ഒരു സംഭാഷണം അദ്ദേഹത്തെ, ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അങ്ങനെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട്, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഏറ്റവും മികവോടുകൂടി ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ കണ്ടു അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിലെ ആ ഒരു മുറിവായിരുന്നു. പക്ഷേ ഒരിക്കലും മരണം വരെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുറിവ്, അത് കാലിലെ പ്രശ്നം ഒരിക്കലും സുഖപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുക. അദ്ദേഹം ആ ഒരു കാല് വെച്ചുകൊണ്ട് തന്നെ മുടന്തിയാണ് ഈ ശുശ്രൂഷയെല്ലാം ചെയ്തിരുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ, തനിക്കൊരു മുള്ള് നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞു സഹനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വലത് കാലിലുണ്ടായ ആ ഒരു ക്ഷതമെന്ന് പറയുന്നത്. മരണം വരെയും ആ ക്ഷതം വച്ചുകൊണ്ട് തന്നെ മുടന്തിയ കാലുമായിട്ടാണ് അദ്ദേഹം കർത്താവിനെ ശുശ്രൂഷ ചെയ്തിരുന്നത്. അദ്ദേഹം പറയുന്ന പോലെ, നമ്മൾ വലിയ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിൽ നിന്ന് വലിയ സഹനങ്ങൾ ചോദിക്കുക. അങ്ങനെ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ സഹനങ്ങൾ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം നൽകുന്നതാണെന്ന് ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം.